ഹലോ. ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അങ്ങനെ ഞങ്ങൾ ഉമ്മയെ കാണാൻ വേണ്ടി പോവുകയാണ്. ഞാനും അനിയത്തി മോനും കൂടെയാണ് വന്നത്. അപ്പോൾ NS ആയുർവേദത്തിലാണ് കേട്ടോ ഉമ്മയെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഉമ്മയെ കാണാൻ വേണ്ടി വന്നപ്പോൾ മോൻ ഒരേ നിർബന്ധം നടന്നു പോകണം. അങ്ങനെ അവനെ ഇറക്കി നടത്തിക്കൊണ്ട് വന്നു. പിന്നെ ഞങ്ങൾ അകത്തോട്ട് കയറി. അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരു വിളക്കും ഉരുളിയിൽ മഞ്ഞപ്പൂവൊക്കെ ഇട്ട് നല്ല രസമാണ് കാണാൻ. പിന്നെ സ്റ്റെപ്പിൻ്റെ അടിയിലായിട്ടൊരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതിന് ഓപ്പോസിറ്റാണ് ലിഫ്റ്റ് വരുന്നത്. അപ്പോൾ ലിഫ്റ്റിൽ കയറി ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയേ. ലിഫ്റ്റിൽ കയറിയപ്പോൾ തന്നെ പിന്നെയും ആദ്യം കരച്ചിലായിരുന്നു. അവന് താഴെ ഇറങ്ങണം, ലിഫ്റ്റിൽ നിൽക്കണം, ഡാൻസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവൻ അവിടെ നിന്ന് ഡാൻസൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ നേരെ റൂമിലോട്ട് വന്നേ. റൂമിൽ ചെന്നപ്പോൾ ഉമ്മ കിടക്കുമായിരുന്നേ. ഉമ്മ ചോദിക്കും നിങ്ങളെന്താ പറയാതെ വന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഉമ്മടുത്ത് പറയാതെ കേട്ടോ ഞങ്ങൾ വന്നത്. പിന്നെ കുറേ നേരം ഉമ്മയുടെ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെ ഇറങ്ങാൻ നേരം ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ ഇങ്ങ് ഇറങ്ങിയേ. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് നേരം മീൻകുളത്തിൻ്റെ അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. മഴയും നല്ല കാറ്റൊക്കെ ആയിരുന്നേ. അല്ലെങ്കിൽ തന്നെ നമ്മളിവിടെ നിന്ന് ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര കാറ്റാണ്. അപ്പം ഈ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ കുളമുണ്ട്. അവിടെ തന്നെ കുറച്ച് ചെടികളും താമരയും ആമ്പലും എല്ലാം ഉണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അവിടെ നിന്നപ്പോൾ നല്ല കാറ്റായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയേ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, സീ യു.